അബി സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 15 വർഷത്തിനകം നമ്മുടെ രാജ്യം ഒരു ഇസ്ലാം രാജ്യമായി മാറും, മുസ്ലിം രാജ്യമായി മാറും. നമ്മളിവിടെ എല്ലാവരും നമ്മളെ കൊണ്ട് ബീഫ് കഴിപ്പിക്കും. എല്ലാവരും നമ്മളെ ഉപദ്രവിച്ച് ബലം പ്രയോഗിച്ച് നമ്മളെ കൊണ്ട് ബീഫ് കഴിപ്പിക്കും. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ കേരള സ്റ്റോറിയുടെ ഞാൻ ട്രെയിലർ കണ്ടിരുന്നു. കേരള സ്റ്റോറി 2 ട്രെയിലർ കണ്ടിരുന്നു. എന്തൊക്കെ അപരാധങ്ങളാണ് ആ ഒരു ട്രെയിലറിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് ഓഫ് കോഴ്സ് അവർ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ബട്ട് ഈ കേരളത്തിൽ നടക്കുന്ന കഥകളാണോ ഇതൊക്കെ? പെൺകുട്ടികളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. കേരളത്തിൽ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നില്ല എന്നല്ല, പക്ഷേ ഇതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം, ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം താഴ്ന്ന രീതിയിൽ യവന്മാർ ചിത്രീകരിച്ച് വെച്ചേക്കുകയാണ്. ഫോർ വാട്ട് പേർപ്പസ്? എന്തിനു വേണ്ടിയിട്ട്? ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്? കേരളത്തിൽ ഏത് ഭക്ഷണം വേണോ, എപ്പോഴും വേണോ, എവിടെ വെച്ചുകൊണ്ടിരുന്ന് കഴിക്കാം. ആട്, കോഴി, ബീഫ്, പോത്ത്, അങ്ങനെ ഒരു വേർതിരിവില്ല. എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിക്കുന്നു. ആരും ഇവിടെ വന്ന് അത് കഴിക്കരുത് എന്നും പറഞ്ഞ് ആരും വന്ന് നമ്മളോട് തർക്കിക്കാനോ ഒന്നും വരാറില്ല. ബിക്കോസ് കേരളമാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുപോലെയാണ്. നമ്മൾ പള്ളിയിൽ പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, മോസ്കിലും പോകാറുണ്ട്. ഇവിടെയുള്ളവർ വിദ്യാഭ്യാസവും വിവരവും കൂടുതലുള്ള ആൾക്കാരാണ്. ചില സാമൂഹ്യ വിരുദ്ധന്മാരായ കുറേ ആൾക്കാരുണ്ട്. സാമൂഹ്യ വിരുദ്ധന്മാർ എന്ന് തന്നെ അവന്മാർ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കേരള ക്രൈം സ്റ്റോറി എന്ന് വരുന്നുള്ളൂ. കേരള സ്റ്റോറി പാർട്ട് 2 ട്രെയിലർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര മൃഗീയമായിട്ടാണ് ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, അനിയന്മാരെ ചിത്രീകരിച്ച് വച്ചേക്കുന്നതെന്ന്. കഷ്ടം, വളരെ കഷ്ടം. ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ആരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്? എന്തറിഞ്ഞിട്ടാണ്? എന്തറിയാൻ വേണ്ടിയിട്ടാണ്? കഷ്ടം. ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ ഓർത്തു പോകുന്നു ഈ ഒരു സാഹചര്യത്തിൽ. ജനുവരി മാസം റിലീസാകാൻ വെച്ചിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, ജനനായകൻ. ദളപതിയായിരുന്നു നായകൻ ആ സിനിമയിൽ. ഇതുവരെ റിലീസിൻ്റെ ഒരു അറിവില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ഈ ജനനായകൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ പ്രത്യേക ഒരു പാർട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ താഴ്ത്തി പൊക്കി വച്ചേക്കുന്ന ഒരു ഞാനും ഹിന്ദുമത വിശ്വാസിയാണ്, പക്ഷെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭ്രാന്തായിട്ട് ഒന്നുമില്ല. എനിക്ക് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. കഷ്ടം, വളരെ കഷ്ടം. ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ആ സിനിമകൾ ഒരു മതത്തെ അടച്ചാക്ഷേപിച്ചിട്ട് വേറൊരു മതത്തെ ഭയങ്കരമായിട്ട് വലുതാക്കുന്ന ഒരു സിനിമ ഇറക്കാമെങ്കിൽ എന്തുകൊണ്ട് ജനനായകൻ എന്ന് പറയുന്ന ആ സിനിമ ഇറക്കുന്നില്ല? പേടി, ഭയം, അവരുടെ എന്തോ ഒരു കാര്യം പ്രേക്ഷകർ, നമ്മൾ നാട്ടുകാരറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാരറിയാത്ത എന്തോ ഒരു കാര്യം ആ ജനനായകൻ സിനിമയ്ക്കകത്തുണ്ട്. ആ ഒരു കാര്യം വെളിയിൽ അറിയിക്കാതിരിക്കാനാണ് ഈ ഒരു മൂവ്മെൻ്റ് അവർ നടത്തുന്നത്. എന്തൊക്കെ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, കേരള സ്റ്റോറി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ റിലീസാക്കാൻ സമ്മതിക്കത്തില്ല എന്ന് തോന്നുന്നു. പക്ഷേ എങ്ങനെ വന്നിരുന്നാലും എന്ത് വന്നിരുന്നാലും ഒരു ഏപ്രിൽ മാസത്തിന് മുന്നേ ആ പടം റിലീസാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് അറിയില്ല. എന്നാൽ നിങ്ങൾക്ക് ജനനായകൻ പേടിയാണോ? ജനനായകൻ കാണാനായിട്ട് എത്ര ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നറിയോ നിങ്ങൾക്ക്? കഷ്ടം. ഒരു കാര്യം ഞാൻ പറയാം, ഈ പടം എടുത്തു വച്ചേക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഒരു സിഖുകാരനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ജാതി പറഞ്ഞതല്ല. എന്തുകൊണ്ട് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ താഴ്ത്തി കെട്ടുന്നു? നിങ്ങൾക്ക് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആരും സുഹൃത്തുക്കളില്ലേ? നിങ്ങളുടെ കൂടെ പഠിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സായിട്ടുള്ള ആരും തന്നെ ഇല്ലേ? നിങ്ങൾ അവർ ശത്രുക്കളായിട്ടാണോ കാണുന്നത്? എന്ത് നെറികെട്ട ലോകത്താണ് ഈ? ഒന്നുകിൽ ദിസ് ഈസ് എ ബിസിനസ്, ഇതൊരു കച്ചവട തന്ത്രം, ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്താനും സന്തോഷപ്പെടുത്താനും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കുടില തന്ത്രം മാത്രം. എന്തൊക്കെ വന്നാലും ഇങ്ങനെ, ഇത് നമ്മൾ കേരളക്കാരാണ്. കൂടുതലൊന്നും പറയുന്നില്ല, പറയാൻ താല്പര്യപ്പെടുന്നില്ല. പേടിക്കുന്നവരെന്നും പേടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനനായകൻ സിനിമ. ഇത്രേ പറയാനുള്ളൂ.